ശർക്കര പായസം, കടും പായസം, വെള്ളച്ചോറ്, പാൽപ്പായസം, തെരളി, അട, മണ്ടപ്പുറ്റ് തുടങ്ങി പലതും പൊങ്കാലയിൽ ദേവിക്ക് നേദിക്കാറുണ്ട്. ഓരോ നേദ്യങ്ങൾക്കും ഓരോ ഫലങ്ങളാണ് പ്രധാനമാകുന്നത്. ശർക്കര പായസം സമർപ്പിക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും പ്രധാനമാകും. ശിരസ്സു സംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം നേടാൻ മണ്ടപ്പുറ്റ് നിവേദ്യം സമർപ്പിക്കുന്നു. കാര്യസിദ്ധി, അഭീഷ്ടസിദ്ധി, കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നിവയ്ക്കായി തെരളി, അട വഴിപാടുകൾ നടത്തുന്നു. എല്ലാ ദോഷഫലങ്ങളും പൊങ്കാല വഴിപാടുകളിലൂടെ ഇല്ലാതാകുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററോളം പൊങ്കാലയിടാൻ സാധിക്കുന്നതാണ്. പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. 10 ദിവസത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇന്നാണ്, അതായത് മാർച്ച് 5-ാം തീയതി. 13-നാണ് പ്രശസ്തമായ പൊങ്കാല വരുന്നത്. രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 13-ന് രാവിലെ 10:15-ന് അടുപ്പുവെട്ട്, ഉച്ചയ്ക്ക് 1:15-ന് പൊങ്കാല നിവേദ്യം, 14-ന് രാവിലെ 8-ന് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. രാത്രി 10-ന് കാപ്പഴിക്കും. പുലർച്ചെ 1-ന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. പൊങ്കാലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ റൂമുകളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്ത്.